ചെന്നൈ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ തലയും കൈകാലുകളും ഇല്ലാത്ത രീതിയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് കൊല്ലപ്പെട്ടത് ഒരു യുവാവാണ്. കൊലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും കാമുകനും ചേർന്നാണ്. ഈ കേസിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണല്ലോ, എന്താണത്? ചെന്നൈ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ, ഇത് സാധാരണയായിട്ട് സബർബൻ ട്രെയിനുകൾ വരികയും പോകുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രധാനമായിട്ടും ആരക്കോണം, ആവടി അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കുള്ള സബർബൻ ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പെരമ്പൂരിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഈ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇക്കഴിഞ്ഞ ജൂൺ മാസം 5-ാം തീയതി അവിടെ കോണിപ്പടിയുടെ താഴെ ഒരു നീല നിറത്തിലുള്ള ഒരു ട്രോളി ബാഗ് അവിടെ ട്രെയിൻ കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ വിവരം ഗവൺമെൻറ് റെയിൽവേ പോലീസ്, അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ റെയിൽവേ പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെ ഗവൺമെൻറ് റെയിൽവേ പോലീസ് സ്ഥലത്തെത്തുന്നു. ഈ ബാഗേജ് പ്രാഥമികമായിട്ട് തുറന്നു നോക്കില്ല, ഇങ്ങനെ പരിശോധിക്കുന്നു. ആരെങ്കിലും ഒരു യാത്രക്കാരൻ അതുവഴി ട്രെയിനിൽ പോകുമ്പോൾ അവിടെ മറന്നു വെച്ചതായിരിക്കാമെന്നൊരു കണക്കുകൂട്ടലിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ അതിനിടെ തന്നെ അതിൽ നിന്നൊരു അസഹനീയമായ ദുർഗന്ധം, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് ഏതാനും ചില രക്തത്തുള്ളികൾ കാണപ്പെട്ടു. അങ്ങനെയാണ് ഇവരത് തുറന്നു പരിശോധിക്കുന്നതും അതിനകത്ത് കണ്ടത് ഒരു ടോർസോ, ഒരു കൈകാലുകൾ ഛേദിക്കപ്പെട്ട തലയില്ലാത്ത ഒരു മൃതശരീരം, ഒരു പുരുഷൻ്റെ മൃതശരീരമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. കാരണം കുറേ നാളായി ഇത്തരത്തിലൊരു ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ടായിട്ടെങ്കിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇത്തരത്തിലൊരു സ്യൂട്ട് കേസ് കൊലപാതകം ഉണ്ടായിട്ടില്ല. കാരണം 1996 ജൂലൈ 11-ാം തീയതി തമിഴ്നാട്ടിലെ ഊട്ടിയിൽ ഡോക്ടർ ഓമന ചെയ്തു വെച്ചൊരു സ്യൂട്ട് കേസ് കൊലപാതകമാണ് രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ സ്യൂട്ട് കേസ് കൊലപാതകം എന്ന് പറയുന്നത്. പയ്യന്നൂർ സ്വദേശിയായിട്ടുള്ള ഇവരുടെ ആൺ സുഹൃത്ത് മുരളീധരനെ ഊട്ടിയിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷന് പുറത്തെ ഹോട്ടലിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തി ശരീരഭാഗങ്ങളൊക്കെ ഛേദിച്ച് പല കഷ്ണങ്ങളാക്കി സ്യൂട്ട് കേസിലാക്കി കൊടൈക്കനാലിലേക്കും അവിടെ നിന്ന് കന്യാകുമാരിയിലേക്കും കൊണ്ടുപോകുന്നതിനിടെ ഈ കാറിൻ്റെ ഡ്രൈവർ ഈ സമീപത്തുണ്ടായിരുന്ന രക്തത്തുള്ളികളും അതോടൊപ്പം തന്നെ ദുർഗന്ധവും വന്നതിനെ തുടർന്നാണ് ഈ ഓമനയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ രാജ്യത്തെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ കുറ്റവാളി പിടിയിലാകുന്നതും. 2011 ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ ഡോക്ടർ ഓമന ഇന്നും കാണാമറയത്താണ്. കാരണം ഇവർ നേത്രരോഗ വിദഗ്ധയായിരുന്നു. മലേഷ്യയിലേക്ക് പണ്ടെങ്ങോ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. 2018 ഇത്തരത്തിൽ ഡോക്ടർ ഓമനയോട് രൂപസാദൃശ്യമുള്ള ഒരു സ്ത്രീ മലേഷ്യയിലെ ഒരു ഹോട്ടൽ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ജീവനൊടുക്കി എന്ന വാർത്തയറിഞ്ഞ് തമിഴ്നാട് പോലീസൊക്കെ അങ്ങോട്ട് പോയൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഡോക്ടർ ഓമന, പക്ഷെ അവരായിരുന്നില്ല, തിരുവനന്തപുരം സ്വദേശിയായ മറ്റൊരു സ്ത്രീയായിരുന്നു. ഡോക്ടർ ഓമന ഇപ്പോഴും കാണാമറയത്താണ്. അവർ ജീവിച്ചിരിപ്പുണ്ടോ? സംഭവം നടക്കുമ്പോൾ ഏകദേശം 45 വയസ്സുണ്ടായിരുന്ന ഓമന 30 വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോഴും കാണാമറയത്താണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിൽ വീണ്ടും ഇത്തരത്തിലൊരു സ്യൂട്ട് കേസ് കൊലപാതകം അരങ്ങേറുന്നത്. അങ്ങനെ ഗവൺമെൻറ് റെയിൽവേ പോലീസ് ഈ സംഭവസ്ഥലം പരിശോധിക്കുന്നു. ഈ ശരീരത്തിൽ തലയില്ല, അതുകൊണ്ട് തിരിച്ചറിയാൻ മാർഗങ്ങളൊന്നുമില്ല. ഈ സ്യൂട്ട് കേസിനുള്ളിൽ, ഈ സ്യൂട്ട് കേസ് എന്ന് പറഞ്ഞാൽ ഒരു നീല കളറിലെ ഒരു സ്യൂട്ട് കേസ്, അതിനകത്ത് ഒരു സാധാരണയായിട്ട് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന നീലയും ചുമലയും നിറത്തിലുള്ള, മഞ്ഞയും ചുമലയും ഒക്കെ നിറത്തിലുള്ള സാധാരണ ഈ ആശുപത്രി മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന ബാഗേജാണ്. അത്തരത്തിലൊരു ബാഗ്, അതിനകത്തൊരു ചാക്കിൽ ഇത്തരത്തിലൊരു മൃതശരീരം, തലയില്ലാത്ത കൈകാലുകൾ ഛേദിക്കപ്പെട്ട ഒരു ടോർസോ, ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് പോലീസിൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞത് ഇത് മരണപ്പെട്ട ആരാണ് എന്നൊരു സ്ഥിരീകരണം, ആരാണെന്ന് കണ്ടുപിടിക്കില്ലായിരുന്നു. കാരണം അതിനോടകം തന്നെ ഇത് പ്രദേശത്തെ ലോക്കൽ പോലീസ് കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഈ സമീപ ജില്ലകളിലും ചെന്നൈയിൽ നിന്ന് കാണാതായ ആളുകളുടെ ലിസ്റ്റ് എടുക്കുന്നു. അതോടൊപ്പം ഇതിൽ പോലീസിനെ ഏറ്റവും അധികം സഹായിച്ചത് ഈ മൃതശരീരത്തിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രത്തിൽ ഉണ്ടായിരുന്നൊരു ബാർകോഡ്. ഈ അടിവസ്ത്രം മാത്രമായിരുന്നു മൃതശരീരത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ബാർകോഡിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ ഇത് ടി നഗറിലുള്ള ഒരു റിലയൻസ് ട്രെൻഡ്സിൻ്റെ വസ്ത്ര വ്യാപാരശാലയിൽ നിന്ന് വിറ്റ ഒരു സാധനമാണ്. അങ്ങനെ ഈ ടി നഗറിൽ ഈ ബാർകോഡുമായി എത്തുന്ന പോലീസ് അവിടെ നിന്ന് ലഭിക്കുന്ന യൂസർ ഡാറ്റ, ആ ഡാറ്റ എടുക്കുമ്പോൾ ഇതൊരു പർട്ടിക്കുലർ ഫോൺ നമ്പറാണ്. ഈ ഫോൺ നമ്പർ ട്രേസ് ചെയ്യുന്നു, ഇതിൽ CDR എടുക്കുന്നു. അപ്പോൾ ഈ ഫോൺ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്, പക്ഷേ വാട്സാപ്പ് സജീവമാണ്. അങ്ങനെ പോലീസ് ട്രേസ് ചെയ്യുമ്പോൾ ഇത് ഒരു സ്ത്രീയുടേതാണ്. അത് റുഹിമ ഖാത്തൂൺ എന്ന് പറയുന്ന അസം സ്വദേശിനിയായിട്ടുള്ളൊരു സ്ത്രീയുടേതാണ്. അതോടൊപ്പം തന്നെ പോലീസ് പാരലായിട്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മൃതദേഹങ്ങൾ പൊതിഞ്ഞു കൊണ്ടുവന്ന ആശുപത്രി മാലിന്യങ്ങൾ കളയുന്ന പ്രത്യേക നിറത്തിലെ ബാഗ്, മഞ്ഞയും ചുമലയും നിറത്തിലെ ബാഗ്, ഈ ബാഗിലുണ്ടായിരുന്ന വിവരങ്ങൾ ഇത് തേനാമ്പേട്ടിലെ ഒരു സ്വകാര്യ ക്യാൻസർ ഹോസ്പിറ്റലിലെ
ബാഗാണ്, അവിടേക്ക് വേണ്ടി നിർമ്മിച്ച ബാഗാണ്. അങ്ങനെ പരിശോധിക്കുന്നു. പോലീസിൻ്റെ ആ അന്വേഷണം ചെന്നെത്തുന്നത് ഈ തേനാമ്പേട്ടിലെ ക്യാൻസർ ആശുപത്രിയിലാണ്. ഇവിടെ പരിശോധിക്കുമ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ ആരെങ്കിലും ഇപ്പോൾ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ആശുപത്രിയിൽ ജോലിക്കായിട്ട് വരാത്തതുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കാണുന്നില്ല. അതാരാണെന്നുള്ള അന്വേഷണം ചെന്ന് നിൽക്കുന്നതും ഈ മൊബൈൽ CDR എടുത്ത് പരിശോധിക്കുന്നതും ചെന്ന് നിൽക്കുന്നതും ഒരാളിലാണ്. അതാണ് ഈ റുഹീമ ഖാത്തൂൺ എന്ന് പറയുന്ന ആസാം സ്വദേശി. ഇവരെ ട്രേസ് ചെയ്യുന്നതിനൊപ്പം ഇവരെ ആസാമിൽ നിന്നാണ് പിടികൂടുന്നത്. ഇവർക്കൊപ്പം ഇവരെ പിടികൂടുന്നു. ഇവരാണ് പ്രൈം സസ്പെക്റ്റ്. അങ്ങനെ ഇവരെ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെയാണ് ഇവർ ഈ കൊലപാതകം, ആരാണ് കൊല്ലപ്പെട്ടതെന്നും അതോടൊപ്പം തന്നെ കൊല നടത്തിയത് എന്തിനാണെന്നും പോലീസിനോട് വെളിപ്പെടുത്തുന്നത്. ഈ റുഹിമ ഖാത്തൂണിൻ്റെ ഭർത്താവ് അമീർ അലി, ഇവരിരുവരും അസം സ്വദേശികളാണ്. ഇവരുടെ ജോലി എന്ന് വെച്ചാൽ ഈ തേനാമ്പേട്ടിലെ ക്യാൻസർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി വരുന്ന അസമിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുമുള്ള രോഗികൾക്ക് ഇവർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുന്ന കെയർ ഗീവർ ജോലിയാണ് ഇവർ രണ്ടുപേരും ചെയ്തു വന്നിരുന്നത്. അതിനിടെയാണ് ഇവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അമീർ അലിക്ക് മറ്റ് സ്ത്രീകളുമായിട്ട്, ഒന്നിലധികം സ്ത്രീകളുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടാകുന്നു. ഇത് ഈ കുടുംബത്തിൽ വലിയ തർക്കങ്ങൾക്കിടയാക്കുന്നു. അങ്ങനെ ഇതിനിടെ തന്നെ ഈ അമീർ അലിയുടെ ഭാര്യയായിട്ടുള്ള റുഹീമ ഖാത്തൂൺ ഈ പ്രദേശത്ത് പച്ചക്കറി വ്യാപാരം നടത്തുന്ന അഷ്റഫ് അലി എന്ന് പറയുന്ന മറ്റൊരു അസം സ്വദേശിയുമായിട്ട് പരിചയത്തിലാകുന്നു. അങ്ങനെ ഇവരിരുവരും ചേർന്നാണ് ഈ ഭർത്താവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതത്തിൽ നിന്നും തങ്ങൾക്കും ഒരു പുതിയ ജീവിതം സാധ്യമാകുമെന്ന തിരിച്ചറിവിലാണ് ഇവർ രണ്ടുപേരും ഇത്തരത്തിലൊരു കോൾഡ് ബ്ലഡഡ് മർഡർ അവിടെ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ ജൂൺ 2-ാം തീയതി ഈ ഭർത്താവിനെ വീട്ടിൽ പാലിൽ മയക്ക് ഗുളികകൾ നൽകി മയക്കി കിടത്തുന്നു. അതിനുശേഷം ഇയാളുടെ കഴുത്ത് മുറിക്കുന്നു, കൊലപ്പെടുത്തുന്നു. മരണം സ്ഥിരീകരിച്ച ശേഷം ഈ പല കഷ്ണങ്ങളായിട്ട് കൈകാലുകൾ മറ്റൊരു സ്ഥലത്ത് പൊതിഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം തല മറ്റൊരു ഭാഗത്ത്. അതിനുശേഷമാണ് ഈ ഉടൽ ഉൾപ്പെടുന്ന ടോർസോ ഒരു നീല സ്യൂട്ട് കേസിൽ ഭദ്രമായിട്ട് പൊതിഞ്ഞ് ഇവർ നേരെ ഈ പെരമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതും തിരിച്ചു മടങ്ങുന്നതും. അതിനുശേഷം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. ഇനി പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഇവരുടെ തല കണ്ടെത്തണം. അതാണ് ഒരു മൃതശരീരം. DNA പരിശോധനയ്ക്കും അപ്പുറം ആ മൃതദേഹം കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന് സ്ഥിരീകരിക്കുന്നതിൽ നിർണായകമാണ് അത്തരത്തിലൊരു മൃതശരീരത്തിൻ്റെ തല എന്ന് പറയുന്നത്. അങ്ങനെ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. അപ്പോൾ ഇവരുടെ തന്നെ മൊഴി ഇത് പ്രകാരമാണെങ്കിൽ തേനാമ്പേട്ടിലെ ഒരു കനാലിലാണ് ഇവർ ഈ കൈകാലുകൾ ഡംപ് ചെയ്തതെന്ന് ഇവർ പോലീസിനോട് പറയുന്നു. അങ്ങനെ തേനാമ്പേട്ടിലെ ബക്കിംഗ്ഹാം കനാൽ എന്ന് പറയുന്ന അവിടുത്തെ കനാലിൽ നിന്ന് ഈ കൈയും കാലും അടങ്ങുന്ന ഒരു പൊതി, അത് മറ്റേ ആശുപത്രിയിലെ അതേ ബാഗേജിൽ പൊതിഞ്ഞ് അതിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ നിന്ന് കൈ കണ്ടെത്തുന്നു. ഈ തല കണ്ടെത്തുന്നത് ചെങ്കൽപ്പേട്ടിൽ നിന്നാണ്. അതായത് ഈ സ്ഥലത്ത് നിന്ന് തേനാമ്പേട്ടിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 69 കിലോമീറ്ററോളം അകലെയാണ് ചെങ്കൽപ്പേട്ട് ജില്ല. അവിടെ മറ്റൊരു സ്ഥലത്ത് ആണ് ഇത് കൊളവൈ ലേക്കിലാണ് ഈ തല നിക്ഷേപിക്കുന്നത്. അതിനുശേഷമാണ് ഇവരിരുവരും കടന്നു കളയുന്നത്. അങ്ങനെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൊടുവിലാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകത്തിൻ്റെ ചുരുളഴിച്ചത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തമിഴ്നാടിനെ ഞെട്ടിച്ച, കേരളത്തെ ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ഒരു സ്യൂട്ട് കേസ് കൊലപാതകം. അത് സ്വന്തം ഭർത്താവിനെ തന്നെ സ്യൂട്ട് കേസിലാക്കി ഭാര്യയും ഭാര്യയുടെ പുരുഷ സുഹൃത്തും ചേർന്ന് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നു. എന്തായാലും സ്യൂട്ട് കേസ് കൊലപാതകങ്ങൾ ഒരു കാലയളവിന് ശേഷം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അത് രാജ്യത്തെ ആദ്യത്തെ സ്യൂട്ട് കേസ് കൊലപാതകം നടന്ന തമിഴ്നാട്ടിൽ തന്നെയാണ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിചിത്രമായ കാര്യവും. ശരി.